ഹായ് ഓൾ, നമ്മളപ്പോൾ ഇന്ന് നിൽക്കുന്നത് വിയറ്റ്നാമിലെ ഹൊയ്യാനിലാണ് കേട്ടോ. ഹൊയ്യാനിലെ ഹൊയ്യാനാൻ ബുട്ടീക്ക് ഹോട്ടലിലെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റാണിത്. കണ്ടോ, ഫ്രൈഡ് റൈസ് ഉണ്ട്, ബേക്ക്ഡ് ബീൻസ് ഉണ്ട്, സോസേജ് ഫ്രൈഡ് ഉണ്ട്. ഇത് പിന്നെ ഒരു മിക്സഡ് സീ ഫുഡിൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഉള്ള കടായിയും പിന്നെ ചിക്കൻ നൂഡിൽസുമാണ്. പിന്നെ മോമോസ് ഉണ്ട്. പിന്നെ എല്ലായിടത്തും ഇവിടെ പോറഡ്ജ്, നമ്മുടെ കഞ്ഞി പോലത്തെ ഒരു സാധനം കേട്ടോ. പിന്നെ കോഫി മേക്കറും ജ്യൂസുകളും പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റായ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്, ക്രോയ്സൻറ്റും അങ്ങനത്തെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോട്ടൽ പിക്കപ്പ് രാവിലെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു ഈ കോക്കനട്ട് ബാസ്ക്കറ്റ് ടൂറിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹൊയ്യാനിൽ പോകുന്ന എല്ലാവരും മിസ് ചെയ്യാണ്ട് പോകുന്നൊരു സ്ഥലമാണ് ഈ വാട്ടർ കോക്കനട്ട് ബാസ്ക്കറ്റ് ടൂർ കേട്ടോ. വെള്ളത്തിലൂടെ ഈ കോക്കനട്ട് ഫാം എന്നാണ് ഇവർ പറയുന്നത്. ഇത് നമ്മൾ സാധാരണ തെങ്ങല്ല കേട്ടോ, വെള്ളത്തിലാണിത് ഫുള്ള് വളരുന്നതും. പിന്നെ ഇതിലാണെങ്കിൽ ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ഇളനീര് കുടിക്കുന്ന പോലത്തെ തേങ്ങയല്ല, ഇത് ഒരു പ്രത്യേക ടൈപ്പ് തേങ്ങയാണ് കേട്ടോ. ഇതിന് ഇവർ വാട്ടർ കോക്കനട്ട് എന്നാണ് പറയുന്നത്. അതിൽ വെള്ളം ഉണ്ടാവും, കുടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കുറച്ച് സൈസ് കുറവായിട്ടുള്ള വേറൊരു ഷേപ്പിലുള്ള ഒരു പനിയൊക്കെ പോലെയാണ് അതിൻ്റെ കായ നമുക്ക് ചെറുതാകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ. വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പിലുള്ള വാട്ടർ കോക്കനട്ട് എന്നാണ് ഇവരിതിന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പ് കേട്ടോ. കാണുമ്പോൾ നമ്മളൊരു പനയുടെ കൊലയൊക്കെ വെട്ടിയ പോലെ ഉണ്ട്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ വിയറ്റ്നാമിൽ പോയിട്ട് ഇങ്ങനെ കാണുന്നത്. ഇതാണ് അതിൻ്റെ കായ, വാട്ടർ കോക്കനട്ട് എന്നാണ് ഇവരിതിന് പേരിടുന്നത്. അതിനുള്ളിൽ വെള്ളം ഉണ്ടാവും, അത് കുടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അതാണ് ഈ ഫാം ഫുള്ള് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ ബാസ്ക്കറ്റ് ബോട്ടിൻ്റെ ടൂർ പോകുന്നത് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരുപോലെ തെങ്ങുകൾ പോലെ തെങ്ങിൻ്റെ പട്ട മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്റ്റെമ്മൊന്നും കാണാനില്ല. അത് വെള്ളത്തിൻ്റെ അടിയിലാണ്. ആ ബ്രാഞ്ചസ് മാത്രം ഇങ്ങനെ ഇലകൾ, പട്ടകൾ മാത്രം ഇങ്ങനെ പൊന്തി ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് രണ്ട് സൈഡിലുണ്ട്. അതിൻ്റെ നടുവ് കൂടിയാണ് നമുക്ക് നടന്നു പോകേണ്ടത് കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കൊട്ടവഞ്ചികളുണ്ട്. അതും അവർ പറഞ്ഞത് ഈ നാര് കൊണ്ടുണ്ടാക്കിയ കോക്കനട്ട് ബാസ്ക്കറ്റ് കൊണ്ട്, നമ്മൾ പട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കി മടഞ്ഞുണ്ടാക്കി കട്ടിയാക്കിയിട്ടാണ് ഈ ബാസ്ക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ തുഴയാൻ അറിയുന്ന ആളുണ്ടാവും. ഓരോ ബോട്ടിലും ഓരോ ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരു 2 പേരെ അവർ കയറ്റുള്ളൂ. 2 പേരെ വെച്ചാൽ കയറ്റുന്നത്. ഞങ്ങൾ പോയത് നേരത്തെ ആയതുകൊണ്ട് തന്നെ 7 മണിക്കാണ് ഞങ്ങൾ പോയത്. അന്ന് ഉച്ചയ്ക്ക് ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ നേരത്തെ തന്നെയാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ ഒരു 3 കൊട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റി, ഒരു തിരക്കുമില്ലാണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട്. ഇത് ഭംഗിയാണെന്നറിയോ കാണാൻ. 2 സൈഡിലും കണ്ടില്ലേ, ഫുള്ള് ഇങ്ങനെ ഈ തെങ്ങുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അതിൻ്റെ നടുവ് കൂടി ഒരു വഴിയുണ്ട്. ആ വഴി കൂടി ഇങ്ങനെ നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകും. നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് കൊതുക് ശല്യം ഉണ്ട്. അവരായി തന്നെ പറയുന്നുണ്ട് ഈ മോസ്കിറ്റോ അലർജിയൊക്കെ ഉള്ളവർ വേണമെങ്കിൽ ഈ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീമൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും പുരട്ടാണ്. ചെറിയ കുറച്ച് കൊതുകുകൾ, ഭയങ്കര ശല്യമായിട്ട് നമുക്ക് തോന്നിയില്ല. ഇവിടെ നിന്നൊക്കെയുള്ള ആ വ്യൂ കണ്ടല്ലോ, ഭയങ്കര ഭംഗിയായിട്ടോ. അങ്ങനെ നടുക്ക് കൂടി ഒരു കൊട്ടവഞ്ചി പോവുക, 2 സൈഡിൽ ഇങ്ങനെ ഫുള്ള് നിരയായിട്ട് ഇങ്ങനെ തെങ്ങുകൾ നിൽക്കുക. ഒരു പ്രത്യേക തരം തൊപ്പിയുണ്ടല്ലേ, ഇത് വിയറ്റ്നാമുകാരുടെ തൊപ്പിയാണ്. ഈ 2 തൊപ്പിയും ഇവരുടെ ഓരോരുത്തരെ ഈ ബോട്ടിലും ഉണ്ടാവും 2 തൊപ്പികൾ കേട്ടോ. നമുക്ക് 2 പേർ തരാൻ വേണ്ടി ഈ 2 പേരെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഒരു വിഷറിയൊക്കെ ഉണ്ടാവും വീശാൻ വേണ്ടിയിട്ട്. കൊതുകൊക്കെ വന്നാലും ചൂടെടുത്താലും ഒക്കെ വീശാൻ വേണ്ടിയിട്ടുള്ള വിഷറിയൊക്കെ ഈ ബോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ അവരായി തന്നെ തരും, കയറുമ്പോൾ തന്നെ നമുക്ക് തരും കേട്ടോ. അങ്ങനെ ഫുള്ള് ആ ഫാമും ആ ഐലൻഡ് ഫുള്ള് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഹൊയ്യാനിൽ പോകുമ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാണ്ട് ചെയ്യണം. നമ്മൾ ഹൊയ്യാൻ എന്ന് പറഞ്ഞ വീഡിയോസ് കാണുമ്പോഴും ഫോട്ടോസ് കാണുമ്പോഴൊക്കെ ഈ കൊട്ടവഞ്ചിയുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണുക. അതുപോലെ ആ വെള്ളം ലാൻഡ് ബോട്ടിങ്ങിൻ്റെ ഇത് രണ്ടുമാണ് ഹൊയ്യാനിലുള്ള മെയിനായിട്ടുള്ള 2 ആക്ടിവിറ്റീസ്. ഇതാണെങ്കിൽ വളരെ ചീപ്പുമാണ് കേട്ടോ. ഒരു 400 രൂപ എന്തോ ഉള്ളൂ ശരിക്കും കോക്കനട്ട് ബാസ്ക്കറ്റ് ട്രിപ്പ് മാത്രമാണെങ്കിൽ. പിന്നെ കുടിക്കാനുള്ള മിനറൽ വാട്ടറും കോക്കനട്ട് ഡ്രിങ്കും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഒരു 700 റുപ്പീസേ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. പിക്കപ്പും കൂടി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 1000 മാക്സിമം അത്രേ വരാനുള്ളൂ. ഇനി ടാക്സി വേറെ വേണമെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ ടാക്സി ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഫിഷിംഗ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആട്ടോ. നമുക്ക് അവർ നെറ്റ് ഇട്ടിട്ട്, വലിയ നെറ്റ്, ഇവരുടെ വിയറ്റ്നാമീസുകാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മീൻ പിടിക്കുന്ന നെറ്റാണ് കേട്ടോ അത്. അതിട്ടിട്ട് അവർ മീൻ പിടിക്കും. എന്നിട്ട് അതൊക്കെ കണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒരിക്കൽ മീൻ പിടിക്കണം എന്ന് നമുക്ക് സ്വന്തം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് തരും. അങ്ങനെ മീനിടുക. ഇയാൾ കുറേ നേരം ഇട്ടു കേട്ടോ. അവസാനം ഒരു മീനെ കിട്ടി. പക്ഷേ മീനൊരു അനക്കൊക്കെ കുറവ് കണ്ടിട്ട് ഞങ്ങൾക്ക് സംശയം, ഒരു ചത്ത മീനും കണ്ടിട്ടതാണോ, വലിയൊരു പിടയ്ക്കലോ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഒരൊറ്റ ഫിഷിനെ ആകെ കിട്ടിയുള്ളൂ കേട്ടോ. കുറേ നേരം അയാൾ വലയൊക്കെ വീശി ഒരു മീനിനെ കിട്ടി. അതാണെങ്കിൽ ഏകദേശം ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുന്ന ഒരു കുഞ്ഞി മീൻ. അവർ പറഞ്ഞു വിയറ്റ്നാം മീൻ ഭയങ്കര ചെറുതാണ്, വിയറ്റ്നാം സ്മോൾ ഫിഷാണെന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട്. ഏതായാലും അങ്ങനെ ഒരൊറ്റ ഫിഷിനെ കിട്ടിയുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് നേരം അയാൾ വലയൊക്കെ ഇട്ട്, പിന്നെ നമുക്ക് ചൂണ്ടയുണ്ടായിരുന്നു കേട്ടോ അവരുടെ കയ്യിൽ. ചൂണ്ട ഇട്ടിട്ട് ക്രാബിനെ പിടിക്കുക. അതിന് വേണ്ടി അവർ 1-2 ചെറിയ ചെമ്മീനൊക്കെ ഇങ്ങനെ തൊലി പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ചൂണ്ടയിൽ കുരുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ചൂണ്ടയിൽ ഇത് കഴിഞ്ഞിട്ട് കേട്ടോ, ഫിഷിങ്ങിൻ്റെ നെറ്റൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുള്ള് എടുത്തിട്ടു. ഒരു ചെറിയ മീനെ കണ്ടാ, ഒരു ചെറിയ മീൻ. ഭയങ്കര ബഹളം വെക്കലാണ്. നമ്മളൊക്കെ ആണെങ്കിൽ മീൻ പിടിക്കുമ്പോഴും ഞണ്ട് പിടിക്കുമ്പോഴൊക്കെ സൗണ്ട് ഉണ്ടാക്കാണ്ടല്ലേ പിടിക്കുക. ഇവരിങ്ങനെ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ജോളിയാണ്, ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
ഒരു മീനിനെ കിട്ടിയാലും മീനെ പിടിക്കാൻ പോകുമ്പോൾ തന്നെ അവർ ഭയങ്കര ഊരിയിടൽ കേട്ടോ. ഇവരൊരു ഹസ്ബൻഡും വൈഫുമാണ്. ഇവർ 2 കൊട്ടയിൽ 2 പേരും. ഇവർ പറഞ്ഞു ഞങ്ങൾ ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. ഇവർ നെറ്റ് ഇടുമ്പോൾ തന്നെ അവർ ഭയങ്കര കൂവലും വിളിക്കലും ഒക്കെ ആയിട്ട് ഫുള്ള് ഒരു ഹരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളിങ്ങനെ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മൂപ്പര് പറഞ്ഞു എന്നാൽ നമുക്ക് ഇനി ഞണ്ടിനെ പിടിക്കാമെന്ന് പറഞ്ഞ് ചൂണ്ടെടുത്തിട്ടാണ്. ചൂണ്ടയിൽ ഇവർ 2 പേരും കണ്ടോ ഫാമിലിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവർ ഫുള്ളിങ്ങനെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എന്നാൽ നീ ചൂണ്ടയിടാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ ചൂണ്ടയെടുത്തു. ചൂണ്ടയിൽ ഒരു ചെറിയ ചെമ്മീനെ കൊരുത്തുട്ടോ. അങ്ങനെ നമ്മൾ ചൂണ്ടയിടാൻ തുടങ്ങി കേട്ടോ. ഈ തെങ്ങുകളുടെ അറ്റത്താണ് ഈ ക്രാബുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞവർ. ഈ തെങ്ങിൻ്റെ ഇങ്ങനെ സ്റ്റമ്പുകളുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ചെമ്മീനെ കൊരുത്ത ചൂണ്ട ഇങ്ങനെ ഇട്ടു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്കും തരും ചൂണ്ട, ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ചൂണ്ടയിടാം. കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഞണ്ട് കുട്ടി അവസാനം വന്ന് കടിച്ചു കേട്ടോ. അങ്ങനെ അത് സക്സസ്ഫുള്ളായി. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ഡാവുമല്ലോ ഈ എന്തിനേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ. കുറേ നേരം ഇട്ടിട്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ടെസ്പല്ലേ. അങ്ങനെ ഒരു ചെറിയ ഞണ്ടിനെ കിട്ടി. കണ്ടോ ചെറിയൊരു ഞണ്ട്. ഒരു ഞണ്ടിനെ ഇങ്ങനെ ഒരു കുട്ടി ഞണ്ടാണ് കേട്ടോ. അങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവിടെ തന്നെ ഒന്ന് ടാർജറ്റ് ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ ആ മീനെ അവിടെ വെച്ച് കിടച്ചപ്പോൾ ആശാൻ പതുക്കെ ആ മീനെ കടിക്കാൻ തുടങ്ങി. കണ്ടാ കാണുന്നില്ലേ, കറക്റ്റായിട്ടൊരു ചെറിയ ഞണ്ടാണ് കേട്ടോ, വലുതൊന്നുമല്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനൊന്നുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ടാ ഞണ്ടിനെ കിട്ടി. അവസാനം അത് പൊങ്ങി. അവസാനം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ ഇതാണ് ഈ സ്പിന്നിങ്. ഈ ബാസ്ക്കറ്റ് ബോട്ട് സ്പിന്നിങ്ങും ഇതിൽ ഈ ആക്ടിവിറ്റിയിൽ പെട്ടതാട്ടോ. ഇയാളിതിങ്ങനെ വട്ടം കറക്കും, ഭയങ്കര സ്പീഡിൽ വേണമെങ്കിൽ വട്ടം കറക്കും. ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ ഇതിങ്ങനെ വട്ടം കറക്കി എല്ലാവർക്കും ഇങ്ങനെ ത്രില്ലടിപ്പിക്കും കേട്ടോ. പിന്നെ ആദ്യം അവരൊന്ന് വട്ടം കറക്കി കണ്ടതിന് ശേഷം ധൈര്യമുള്ളവർക്കൊക്കെ കയറാം. അങ്ങനെ ഓരോരുത്തരായിട്ട് വെച്ചിട്ട് അവർ വീണ്ടും വട്ടം കറക്കും. ഏതായാലും നല്ല ത്രില്ലിങ് ആയിരുന്നു കേട്ടോ. ചെറുതായൊരു തലകറക്കമൊക്കെ തോന്നിയെങ്കിലും എല്ലാവരും വട്ടമൊക്കെ കറങ്ങി. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. അതും എല്ലാവരും ഒന്ന് പോകുമ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇയാൾ വട്ടം കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ വൈഫാണെങ്കിൽ ഭയങ്കര ഊരിയിടല്ല, അങ്ങനെ ഫുള്ള് റോളുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ആയിക്കൂടി കുറേ ഒരു റൈഡ് ഉണ്ടോ. 1 hour റൈഡാണ് ഇതിൽ പാക്കേജിൽ ഇൻക്ലൂഡഡ് കേട്ടോ. മൊത്തം 2 hour ഞങ്ങൾ ബുക്ക് ചെയ്തത്. 1 hour റൈഡ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഫസ്റ്റ് ലാസ്റ്റ് തരും നമുക്ക് ഈ കോക്കനട്ട് ഡ്രിങ്ക്, തേങ്ങയൊക്കെ വെട്ടി കുടിക്കാൻ തരും. ആദ്യം പിന്നെ കുറച്ച് മിനറൽ വാട്ടറൊക്കെ തന്ന് അതൊക്കെ ഒന്ന് കുടിക്കാനൊക്കെ ഒന്ന് തിത്തോടെ. അങ്ങനെ എല്ലാം കൂടി ഇതിൽ കൂടിയുള്ള നടത്തോ അങ്ങനെ എല്ലാം കൂടിയാണ് ഈ 2 hour ഇൻക്ലൂഡഡ് കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്